അമിത്ഷായ്ക്ക് അടിതെറ്റിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ എം.ടി. രമേശ്, ഗുജറാത്ത് ഫലം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അത് ബി.ജെ.പിയെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. പക്ഷേ രണ്ട് വിധത്തിലാണ് നിങ്ങൾ രണ്ട് പാർട്ടികളെയും സംബന്ധിച്ച് ഇത് പാഠമാകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു പുനരുജ്ജീവനത്തിൻ്റെ സാധ്യതയാണ് നൽകുന്നത് എങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ ധ്വംസിക്കാൻ നിങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന സ്വയം വ്യക്തമാക്കൽ, സ്വയം വെളിപ്പെടലിൻ്റെ ഒരു അനുഭവമാണ് തരുന്നത്. അതുകൊണ്ട് കൂടുതൽ പാഠം നിങ്ങളല്ലേ പഠിക്കേണ്ടത് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന്? ബി.ജെ.പി എന്തു പാഠം പഠിക്കാനാണ്? ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാകുന്ന വിമത ശബ്ദങ്ങളെയും ആ പാർട്ടിക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെയും പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ഏത് കാലത്തെയും രാഷ്ട്രീയ ധർമ്മമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഭവിച്ചിരുന്നുവെങ്കിൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി കാണാൻ കഴിയുന്ന അത്രയും ഈ വിമതത്വത്തെ സംബന്ധിച്ച വിലയിരുത്തലുകൾ ഇപ്പോൾ തന്നെ ഉണ്ട് നമ്മുടെ മുന്നിൽ. വിമതത്വം എന്ന് പറയുന്നത് അങ്ങനെ അസ്പൃശ്യമായി നിൽക്കേണ്ട ഒന്നല്ല, അതിൻ്റെ സ്വാഭാവികതയിലാണ് സംഭവിക്കുന്നത് എങ്കിൽ അത്രയൊക്കെ വിശാലമായിട്ടുണ്ട് നമ്മുടെ ജനാധിപത്യ ബോധം. പക്ഷേ അങ്ങനെയല്ല ഗുജറാത്തിൽ സംഭവിച്ചത്. ഗുജറാത്തിൽ നിങ്ങളാണ് ആ നിയമസഭയുടെ ഘടന മാറ്റാൻ ശ്രമിച്ചത്. അതിനുവേണ്ടി നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന കരുക്കളെ ഉപയോഗിക്കുകയാണ് ചെയ്തത്, മറുപക്ഷത്തെ കരുക്കളെ. അപ്പോൾ ഇത് നിങ്ങളുടെ സൃഷ്ടിയാണ്, സ്വാഭാവികതയല്ല. അല്ല വേണു, ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പുറത്തു വരാൻ തയ്യാറാകുന്നു. അവർ ബി.ജെ.പിയോടുമായി സഹകരിക്കാൻ തയ്യാറാകുന്നു. ബി.ജെ.പി എന്ത് നിലപാട് സ്വീകരിക്കണം? ഞങ്ങൾ അവരോട് വരണ്ട എന്ന് പറയണോ? ഞങ്ങൾക്ക് 31 സീറ്റ് മാത്രമുള്ള ബി.ജെ.പി ഒരു രാജ്യസഭാ സീറ്റ് കൂടി ജയിക്കാനുള്ള ഒരു സാധ്യത കാണുന്നു. ശ്രീ എം.ടി. രമേശ്, അങ്ങനെയല്ല. താങ്കൾ ആരെയാണ് ഈ കബളിപ്പിക്കുന്നത്? ശ്രീ എം.ടി. രമേശ്, ഗുജറാത്തിൽ സംഭവിക്കാനിരുന്നത് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ്. ആ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥാപിതമായ രീതികളിൽ നിന്ന് നമുക്കറിയാം അതിൻ്റെ ഫലം എങ്ങനെയാണ് എന്ന്. ഇന്നലെ കണ്ടതുപോലെ, ഇന്ന് പുലർച്ചെ വരെ കണ്ടതുപോലെ ഒരു അനിശ്ചിതത്വം അവിടെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം നിയമസഭയിലെ സ്ട്രെങ്ത് വെച്ചുകൊണ്ട് നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്ന, മുൻകൂട്ടി തന്നെ പറയാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണത്. അതിലൊരു അവ്യവസ്ഥ ഉണ്ടാക്കിയതാരാണ്? നിങ്ങളാണ്. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിരുന്നു നിങ്ങൾക്ക് 2 പേരെ മാത്രമേ വിജയിപ്പിക്കാൻ കഴിയൂ എന്നത്. മൂന്നാമത്തെ സാധ്യത മറുകണ്ഠത്തിലേക്ക് നോക്കി നിങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണ്. വേണു, അവിടെയാണ് അടിസ്ഥാനപരമായി നിങ്ങളുടെ തെറ്റ്. ഞങ്ങൾ സൃഷ്ടിച്ചെടുത്തതല്ല, കോൺഗ്രസ് സൃഷ്ടിച്ചതാണ്. കോൺഗ്രസ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ ബി.ജെ.പി പരിശ്രമിച്ചു. ശങ്കർ സിംഗ് വഗേല കോൺഗ്രസ് നേതൃത്വത്തിനെതിരായിട്ട് പരസ്യമായി കലാപക്കൊടിയുയർത്തിയത് ഞങ്ങൾ സൃഷ്ടിച്ചതാണോ? കോൺഗ്രസിലെ 9 MLA-മാർ രാംനാഥ് കോവിന്ദിന് രാഷ്ട്രപതി സ്ഥാന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് ഞങ്ങൾ സൃഷ്ടിച്ചതാണോ? കോൺഗ്രസിലെ 6ഓളം MLA-മാർ ശങ്കർ സിംഗ് വഗേലെ കൂടെ പുറത്തു വരാൻ തയ്യാറായത് ഞങ്ങൾ സൃഷ്ടിച്ചതാണോ? ഇത് കോൺഗ്രസിനകത്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഉരുണ്ടുകൂടുന്ന പ്രതിസന്ധിയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പോടുകൂടി ആ പ്രതിസന്ധി എല്ലാ മറനീക്കി പുറത്തു വന്നു. പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ പല രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാകും. പക്ഷേ അപ്പോഴൊക്കെ അതിനെ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൽ രാഷ്ട്രീയ ധാർമ്മികത ആർക്കെങ്കിലുമൊക്കെ സ്വയം തടസ്സമാകണം. നിങ്ങൾക്കതൊരു തടസ്സമേ ആകുന്നില്ല എന്ന് മാത്രമല്ല, അത് പടിപടിയായി വർദ്ധിപ്പിച്ച് നിങ്ങൾ എന്തൊക്കെ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു. നിങ്ങളിത് കേവലമായി അവിടെ ഒരു വിമതത്വം ഉണ്ടായപ്പോൾ അതിനെ അങ്ങ് ഉപയോഗിക്കുക മാത്രമാണോ ചെയ്തത്? ഏതൊക്കെ സംവിധാനങ്ങൾ നിങ്ങൾ ദുരുപയോഗം ചെയ്തു? നിങ്ങൾ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തില്ലേ? എന്ന് മാത്രമല്ല, നിങ്ങൾ വിലക്കെടുക്കാൻ നോക്കിയില്ലേ? നിങ്ങൾ വലിയ അഴിമതി വിരുദ്ധത പറയുന്ന പ്രസ്ഥാനമല്ലേ? നിങ്ങൾ 15 കോടി വിലയിടുകയല്ലേ ഒരു MLA-ക്ക്? അപ്പോൾ ഇതൊക്കെ ഏത് തരത്തിലുള്ള ധാർമ്മികതയാണ് നിങ്ങൾ മുൻനിർത്തുന്നത്? നിങ്ങൾക്കൊരു കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ അവകാശവാദത്തെ പോലും പൊള്ളയാണ് എന്ന് തെളിയിക്കേണ്ട സാഹചര്യം നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ തട്ടകമായ ഗുജറാത്തിൽ നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ട്? എല്ലാത്തിലും ഉപരി ഏറ്റവും ഒടുവിൽ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ദുരുപയോഗം ചെയ്യാൻ നോക്കി. അപ്പോൾ വ്യവസ്ഥാപിത മാനദണ്ഡങ്ങളിലൂടെ ഏതെങ്കിലും ഒരു ഭരണഘടനാ സ്ഥാപനം പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ കള്ളക്കളി വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയും എന്നതിൻ്റെ തെളിഞ്ഞ ഉദാഹരണമാണ് ഗുജറാത്ത്. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടെ നിങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമായിരുന്നെങ്കിൽ മറ്റൊരു വിധത്തിലാകുമായിരുന്നു ഈ ഫലം. ഏതായാലും ഒരു കാര്യം വേണു സമ്മതിച്ചല്ലോ, മഹാഭാഗ്യം.
രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ സ്വാധീനത്തിലല്ല എന്ന് പറഞ്ഞല്ലോ. ഇത് എല്ലാ കാലത്തും പറയണമേ. കാരണം ഇന്നലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോലും വിശ്വാസമില്ല എന്നാണ്. ഏതായാലും അത് മാറ്റിയല്ലോ, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെങ്കിലും മിനിമം നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, ശങ്കർ സിംഗ് വഗേല BJPയിൽ നിന്ന് കലാപക്കൊടി ഉയർത്തിയപ്പോൾ അയാൾ എങ്ങനെയാണ് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായത്? ഏത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ്? ആരാണ് ശങ്കർ സിംഗ് വഗേലയ്ക്ക് ഉയർത്തിയിട്ടുള്ള വിമത ശബ്ദത്തെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ പരിശ്രമിച്ചത്? എങ്ങനെയാണ് കോൺഗ്രസ് ശങ്കർ സിംഗ് വഗേലയ്ക്ക് പിന്തുണ കൊടുക്കാൻ തയ്യാറായത്? അതെന്ത് രാഷ്ട്രീയമാണ്? അത് രാഷ്ട്രീയത്തിലെ സാധ്യതയാണ്. അത് അധാർമികതയാണെന്ന് ആദ്യം പറയുന്നില്ലല്ലോ. കേശുഭായ് പട്ടേൽ BJPക്കെതിരായിട്ട് കലാപക്കൊടി ഉയർത്തിയപ്പോൾ കേശുഭായ് പട്ടേലിൻ്റെ കൂടെയുള്ള MLA-മാരെ അടർത്തി മാറ്റി കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കാൻ തയ്യാറായത് ഏത് ധാർമ്മികതയുടെ പേരിലാണ്? അപ്പോൾ ഗുജറാത്ത് ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയ കളി കണ്ടിട്ടുള്ളതാണ്. പിന്നെ വേണു പറഞ്ഞത് 15 കോടി, അത് ആരോപണമാണ്. 15 കോടി ആർക്ക് കൊടുത്തു? എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, BJPയുടെ ഒരു MLA ഇന്നലെ കൂറുമാറിയല്ലോ, അയാൾക്ക് എത്ര കോടി കൊടുത്തു കോൺഗ്രസ്? അതുകൂടി പറയട്ടെ. അപ്പോൾ കാലുമാറുന്നവർ അല്ലെങ്കിൽ പാർട്ടി മാറുന്നവർ, വിമതന്മാർ, ഇവരെല്ലാവരും കോടികൾ കൊടുത്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ 44 MLA-മാരെ ഇവര് ബാംഗ്ലൂരിൽ കൊണ്ടുപോയല്ലോ, അതിൽ 2 പേരാണല്ലോ മാറിയത്. അപ്പോൾ അവർക്ക് 6 കോടി കൊടുത്തു. ഇതൊക്കെ ആരോപണം മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു സാധ്യത പരിശ്രമിച്ചു. ആ സാധ്യത എന്ന് പറയുന്നത് ഒരു രാജ്യസഭാ സീറ്റ് കൂടി കിട്ടാനുള്ള സാധ്യത ഞങ്ങൾ പരിശ്രമിച്ചു. ആ പരിശ്രമം സാങ്കേതികമായി ഗുജറാത്തിൽ ഒരു സവിശേഷ സാഹചര്യം ഉണ്ടായി. നിങ്ങൾ ആ സാധ്യത പരിഗണിച്ചു, പരിശോധിച്ചു. ഇതൊരൊറ്റപ്പെട്ട സംഭവമായിരുന്നെങ്കിൽ അങ്ങനെ ന്യായീകരിക്കാം. നിങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനവിധികളെയും അട്ടിമറിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ത്രിപുരയിൽ പോലും എത്ര വിചിത്രമായാണ് നിങ്ങൾ ഈ രാഷ്ട്രീയ സാധ്യത എന്ന പേരിൽ ജനാധിപത്യത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളെയും ലംഘിക്കുന്നത്. ഇപ്പോൾ നാട്ടിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കണം, പിന്നെ ഭരണം പിടിക്കുന്നതിന് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് സമാന്തരമായി നടത്തും. ഇങ്ങനെ നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ആത്യന്തികമായി എന്ത് സാധ്യതയാണ്? നിങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ദുരുപയോഗമായി മാറിയിരിക്കുന്നു. ശ്രീ MD രമേശ്, അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്നത്. വേണു, ഈ രാഷ്ട്രീയ പാർട്ടികളും നിങ്ങളടക്കമുള്ള ആളുകൾ ചെയ്യുന്നത് രാജ്യത്തെ എല്ലാ ജനപ്രതിനിധികളെയും നിങ്ങൾ സംശയിക്കുകയാണ്. ത്രിപുരയിൽ കോൺഗ്രസിൻ്റെ MLA-മാർ അവരാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറിയത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറിയത്? CPM-ഉമായിട്ട് സഹകരിക്കുന്നു എന്ന് ആരോപണം പറഞ്ഞുകൊണ്ട് അവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറി. സമാനമായിട്ടുള്ള നിലപാട് തൃണമൂൽ കോൺഗ്രസ് ചെയ്തപ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ പരസ്യമായി രാജിവെച്ച് BJPയിൽ ചേരുകയല്ലേ ചെയ്തത്. അതെങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ ദുരുപയോഗമാകുക? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു രാജ്യത്തെ MLA-മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ അവർ രാജിവെച്ച് മറ്റൊരു പാർട്ടിയിൽ ചേരുന്നത് ജനാധിപത്യത്തിൻ്റെ ദുരുപയോഗം എങ്ങനെയാകും? ഇല്ലാത്തടത്ത് സ്വയം പ്രതിപക്ഷം ചമയാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ഇല്ലാത്തടത്ത് സ്വയം പ്രതിപക്ഷമാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അത് തന്നെയാണ് നിങ്ങൾ ലാക്കാക്കിയ ലക്ഷ്യം. അതിലെ ഇതാണ് ജനവിധിയെ അട്ടിമറിക്കുന്നു എന്ന് പറയുന്നത്. ജനങ്ങൾ തിരസ്കരിക്കുന്നവർ ഇല്ലില്ല, ലയിച്ചോ രൂപം മാറിയോ ഒക്കെ അപ്പോഴത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി ഒരു പ്രതിപക്ഷമായി സ്വയം വരികയാണ്. ആരുടെ പ്രതിപക്ഷം? പ്രതികളാണ് ഈ പക്ഷത്ത് നിൽക്കുന്നത് പ്രതിപക്ഷം എന്ന പേരിൽ. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ M. ലിജു, ഇവിടെ രമേശ് ആവർത്തിച്ച് പറയുന്നത് ഗുജറാത്ത് നിങ്ങളുടെ സൃഷ്ടിയാണ് എന്നാണ്. അത് ഉപയോഗിക്കാനുള്ള കൗശലം മാത്രമാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഗുജറാത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ചെയ്തത് എന്നാണ്. ഇന്നലെ വോട്ട് മറിച്ച് ചെയ്ത 2 കോൺഗ്രസ് MLA-മാർ അവരുടെ വോട്ട് എങ്ങനെയാണ് അസാധുവായത്? ആ വോട്ട് ചെയ്തിട്ട് അവർ കാണിച്ചത് അവിടുത്തെ പോളിംഗ് ഏജൻറ്റിനെ അല്ല, അമിത്ഷായെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ചിലയിടത്ത് പിന്നെ പണം വാങ്ങിയിട്ട് രസീത് കാണിക്കും എന്ന് പറയുന്നത് പോലെ ഇതാണ് തെളിവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷായെ കാണിക്കുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ അധാർമികത മനസ്സിലാവുന്നില്ലേ? ഇപ്പോൾ കോൺഗ്രസിനകത്തെ അഭിപ്രായ വ്യത്യാസമാണ് എന്നുണ്ടെങ്കിൽ ശരിയാണ്, അവർക്ക് കോൺഗ്രസ് അഭിപ്രായ വ്യത്യാസം അനുസരിച്ച് വേണമെങ്കിൽ എതിരായിട്ട് വോട്ട് ചെയ്യാം. പക്ഷെ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടേ എന്നുള്ള ഒരു സൂചനയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്ത് കമ്മിറ്റ്മെൻറ്റ്, എന്ത് പ്രതിബദ്ധതയാണ് അവർക്ക് അമിത്ഷായെ ഇത് കാണിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉള്ളത്? അവിടെയാണ് ഈ ആരോപണങ്ങൾ പ്രസക്തമാവുന്നത്. BJP ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ, ഇപ്പോൾ ഗോവയിലാകട്ടെ അരുണാചൽ പ്രദേശിലാകട്ടെ, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ കുതിരക്കച്ചവടങ്ങളിലൂടെയാണ് സാമാജികരെ വിലക്കെടുത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവിടെ എല്ലാം തന്നെ ഇത് കൃത്യമായി കാണാൻ സാധിക്കും. വൻതോതിൽ പണവുമായി അല്ലെങ്കിൽ സ്വാധീന ശക്തിയുമായിട്ട് ഇവരുടെ ആളുകൾ ലാൻഡ് ചെയ്യുന്നു. ഇന്നലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ 5 കേന്ദ്രമന്ത്രിമാരാണ് നേരിട്ട് ചെല്ലുന്നത് ഇലക്ഷൻ കമ്മീഷനെ ഭയപ്പെടുത്താൻ എന്ന് വേണം. എന്താണെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സ്ഥാപക നേതാക്കന്മാർ
അവർ സൃഷ്ടിച്ച ഒരു അടിത്തറ, ഭരണഘടന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അത് ഈ രാജ്യത്ത് ഇപ്പോഴും ശക്തമായി നിലകൊള്ളുന്നത് കൊണ്ട് ഇവർ പരമാവധി തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും ഇലക്ഷൻ കമ്മീഷൻ പോലൊരു സ്ഥാപനത്തെ പരിപൂർണമായി ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ഇന്ത്യൻ ജനാധിപത്യം ഇതിനെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും സത്യം. അല്ലെങ്കിൽ അമിത്ഷായെ പോലെയുള്ള ആളുകൾ കോടികൾ കൊണ്ട് ഇതിനെ വിലക്കെടുക്കുമായിരുന്നു. ആ രസീത് കാണിക്കുന്നതിലൂടെ തന്നെ വ്യക്തമായില്ലേ എന്താണ് ഈ ഇവർ. പക്ഷേ ശ്രീ എം ലിജു, ഇപ്പോൾ ഈ ഒടുവിലത്തെ സംഭവം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് BJP-യെ പ്രതിരോധത്തിലാക്കാമെങ്കിലും ഇങ്ങനെ പണം കൊടുത്താൽ രസീതിൻ്റെ മേൽ അങ്ങോട്ട് ചായുന്ന ആളുകളെയാണ് നിങ്ങൾ ജനപ്രതിനിധികൾ എന്ന നിലയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്വയം പരിശോധിക്കേണ്ടതുമാണ്. ഓരോ ഘട്ടത്തിലും അമിത്ഷായോട് ഐക്യപ്പെടാൻ നിൽക്കുന്ന ആളുകളെയാണോ നിങ്ങൾ ഇനിയും ജയിപ്പിച്ചു കൊണ്ടുവരാൻ പോകുന്നത് എന്നത് നിങ്ങളും പരിശോധിക്കണം. അതിലുപരി ഈ ഗുജറാത്ത് തന്നെ തട്ടകമായി എടുത്താൽ രമേശ് പറയുന്ന കാര്യമുണ്ടല്ലോ, എങ്ങനെ ശങ്കർ സിംഗ് വഗേല വന്നു നിങ്ങളുടെ ക്യാമ്പിലേക്ക്, എങ്ങനെയാണ് കേശുഭായ് പട്ടേലിനെതിരായിട്ടുള്ള കേശുഭായ് പട്ടേലിൻ്റെ നീക്കങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയത്. അപ്പോൾ രാഷ്ട്രീയമാണ്, ഗുജറാത്താണ്, അവിടെ ഇതെല്ലാം നടന്നിട്ടുണ്ട്. ആ കളിയുടെ ഒരു പുതിയ അധ്യായം. അത്തരത്തിൽ ലളിതമായി നമുക്കതിനെ കാണാൻ സാധിക്കില്ല. ഇപ്പോൾ ശങ്കർ സിംഗ് വഗേല അവിടെ ഒരു വിമത ശബ്ദം ഉയർത്തിയത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുജറാത്തിലെ ചിമൻഭായ് പട്ടേലുമായി ബന്ധപ്പെട്ടുണ്ടായ അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ തർക്കത്തെ അന്ന് കോൺഗ്രസ് മുതലെടുത്തു. അത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ അത്തരം പിളർന്നു മാറുന്ന വിമത വിഭാഗങ്ങളെ പിന്തുണച്ച് സർക്കാരുകൾ ഉണ്ടാക്കുക എന്നത് ഇപ്പോൾ തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഭാഗങ്ങൾക്ക് പിന്തുണകൾ രാഷ്ട്രീയ പാർട്ടികൾ നൽകിയിട്ടുണ്ട്. അതും വിലക്കെടുക്കുന്നതും രണ്ടും രണ്ടാണ്. ഇവിടെ ശങ്കർ സിംഗ് വഗേല കോൺഗ്രസ് പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം പറയുന്നത് ശരിയാണ്, അത് അദ്ദേഹം അപ്പുറത്തേക്ക് പോകുന്നു. പക്ഷേ അതുമാത്രമല്ലല്ലോ ഇവർ ശ്രമിച്ചത്. അങ്ങനെ ശങ്കർ സിംഗ് വഗേലയുടെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗത്തിന് രാഷ്ട്രീയ പിന്തുണ നൽകുന്ന എന്ന രീതിയല്ല BJP ശ്രമിച്ചത്. അവരെ ഉപയോഗപ്പെടുത്തുക, അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകളെ വിലക്കെടുത്തുക, ഭീഷണിപ്പെടുത്തുക, ഇത്തരത്തിലുള്ള തന്ത്രങ്ങളല്ലേ ആവിഷ്കരിച്ചത്. ഇപ്പോൾ തന്നെ കർണാടകത്തിലേക്ക് കോൺഗ്രസ് MLA-മാരെ മാറ്റി നിർത്തേണ്ടി വന്നു. കോൺഗ്രസ് MLA-മാരെ മാറ്റി നിർത്തേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവിടെ സംരക്ഷണം കൊടുക്കുന്നു എന്ന് കരുതിയ DK ശിവകുമാറിന് തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് തുടർച്ചയായിട്ടുള്ള വാർത്തകൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഇൻകം ടാക്സ് റെയ്ഡിന് ശേഷം അദ്ദേഹം പുറത്തുവിട്ട രേഖകൾ പ്രകാരം അവിടെ നിന്നൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന തരത്തിലുള്ള രസീതാണ് അദ്ദേഹത്തിന് കൊടുത്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവരുടെ നിയന്ത്രണത്തിലുള്ള പല മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പ്രചരണം എന്താ? കോടിക്കണക്കിന് രൂപ കണ്ടെത്തി ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ അല്ലെങ്കിൽ എതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്നവരെ വിലക്കെടുക്കുക, ഭീഷണിപ്പെടുത്തുക, കള്ളക്കേസിൽ ചുമത്തുക തുടങ്ങി ഇവരിനിയും പ്രയോഗിക്കാൻ വേറെ മാർഗ്ഗമൊന്നും തന്നെയില്ല. എന്താണോ ഒരു ഫാസിസ്റ്റ് ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് സർക്കാർ എന്നത് അതിനെക്കുറിച്ചുള്ളൊരു നിർവചനം എന്താണോ അതിന് പരിപൂർണമായി യോജിക്കുന്ന തരത്തിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. എന്താണെങ്കിലും അതിനെ അതിജീവിക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് സാധിച്ചു എന്നതൊരു ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ MP രാജേഷ്, ഇവിടെ BJP-ക്ക് ജനാധിപത്യ ധ്വംസനത്തിൻ്റെ ഒരു നിറവും കോൺഗ്രസ്സിന് ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ ഒരു നിറവും കൊടുക്കാൻ കഴിയുന്ന സംഭവങ്ങളാണോ ഗുജറാത്തിൽ അരങ്ങേറിയത്? രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ ഇരുപുറം തന്നെയല്ലേ? അടർത്തി മാറ്റാൻ പണം കൊടുക്കുന്നുവെങ്കിൽ ഉറപ്പിച്ചു നിർത്താനും പണം കൊടുത്തിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു പണച്ചാക്ക് കോൺഗ്രസ് തന്നെ അവരുടെ ATM എന്ന് വിശേഷിപ്പിക്കുന്ന ശിവകുമാറിൻ്റെ സവിധത്തിലേക്ക് എന്തിന് ഈ 44 പേരെ കൊണ്ടുപോകണം? ഒരു പണച്ചാക്കിൻ്റെ സംരക്ഷണത്തിലാണ് എങ്കിൽ അത് പണത്തിൻ്റെ സംരക്ഷണമെന്ന തുറന്ന പ്രഖ്യാപനമാണ്. അപ്പോൾ ഇന്നലെ അതിൻ്റെ അത്യാർത്തി പെരുത്ത് ആഭിമുഖ്യത്തിൻ്റെ തോതിൽ ആർക്കൊക്കെയോ അത്യുത്സാഹം കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്ന ഒന്നായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മാറിയില്ലേ? അതിനിടയിലെ ഒരു കൈത്തറ്റ്, ആ കൈത്തറ്റൊരു അവസരമായി കോൺഗ്രസ് വളരെ കൗശലത്തോടെ ഉപയോഗിച്ചില്ലേ? ആ ഘട്ടത്തിൽ ഇവർ ഇരുവരും സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചത് എന്തിനെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ്. അപ്പോൾ ഒരു സ്വതന്ത്ര പരിശോധനയിലൂടെ ഈ പ്രക്രിയകളെല്ലാം കടന്നു പോവുകയാണ് എങ്കിൽ മാത്രമേ ജനാധിപത്യം വിജയിക്കുകയുള്ളൂ. എങ്കിൽ ഈ ജനാധിപത്യത്തെ ഇങ്ങനെ തുലാസിലാക്കുന്നതിൽ ഈ രണ്ടു പേർക്കും തുല്യമായ പങ്കാണോ അല്ലയോ? വേണു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഉന്നയിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും. കോൺഗ്രസോ അല്ലെങ്കിൽ BJP-യോ ആര് ഇവിടെ തെറ്റ് കാണിച്ചു എന്നതിനേക്കാൾ പ്രധാനം ഇന്ത്യൻ ജനാധിപത്യത്തെ ഈ നിലയിലേക്ക് എത്തിച്ചതിൽ ഈ രണ്ടു കൂട്ടരുടെയും പങ്കിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ഇന്ന് രാവിലെ വന്ന സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിച്ച ഒരു പോസ്റ്റ് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. അഹമ്മദ് പട്ടേൽ കഷ്ടിച്ച് വിജയിച്ചു. ഇനി അഹമ്മദ് പട്ടേലിനെ അമിത്ഷാ വിലക്കെടുക്കാതെ നോക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്തമാണ് കോൺഗ്രസിനുള്ളത്.
വളരെ പ്രസക്തമാണ്. ഈ രണ്ട് പാർട്ടികളുടെയും അപജയത്തിൻ്റെ, മൂല്യച്യുതിയുടെ, പാപ്പരത്വത്തിൻ്റെ, ബാങ്ക്രപ്സിയുടെ ഒരു ലാഞ്ചനയാണ് നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവിഷ്കാരമാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ MT രമേശ് പറഞ്ഞതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോ? ഗുജറാത്തിൽ ഈ കളികളൊക്കെ എത്ര കാലമായി നടക്കുന്നു? കേശുഭായ് പട്ടേലിനെ ചെയ്തില്ലേ? വഗേലയെ നേരത്തെ ഇങ്ങനെ ചെയ്തില്ലേ? അന്ന് ഞങ്ങളിൽ നിന്ന് ആളെ അടർത്തിയെടുത്തില്ലേ? ആ പറയുന്നതിന് അർത്ഥം എന്താണ്? ശരിയാണ്, കോൺഗ്രസ് ഇത് ഏറെക്കാലം പതിറ്റാണ്ടുകൾ പയറ്റിയിട്ടുള്ള എല്ലാ പ്രയോഗങ്ങളും, എല്ലാ അധാർമികമായിട്ടുള്ള പ്രവൃത്തികളും ഞങ്ങളിപ്പോൾ പയറ്റുന്നു. എന്താണിതിൽ തെറ്റ് എന്നാണ് രമേശ് ചോദിച്ചതിൻ്റെ അർത്ഥം. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആകെ ന്യായം ഇതാണ്: ഇതൊക്കെ പണ്ട് കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്, ഗുജറാത്തിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, ഗുജറാത്തിൽ മാത്രമല്ല പലയിടത്തും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് അധികാരം കൈവന്നു, ഞങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം കേന്ദ്രത്തിലുണ്ട്, അതുപയോഗിച്ച് ഞങ്ങൾ ചെയ്യുന്നു. പ്രശ്നം രണ്ട് കൂട്ടരുടെയും ഇതാണ്. ഇവർ രണ്ട് കൂട്ടരും ഇതിലൊരു തെറ്റ് കാണുന്നില്ല. ഇതിൽ ഒരു ജനാധിപത്യത്തിൻ്റെ പ്രശ്നം, ജനാധിപത്യ മൂല്യങ്ങളുടെ പ്രശ്നം ഒന്നും അവരെ അലട്ടുന്നതേയില്ല. ഒരുപക്ഷെ കോൺഗ്രസ് പതിറ്റാണ്ടുകൾ കൊണ്ടാണ് അത്തരമൊരു അപജയത്തിലേക്ക് എത്തിയത് എങ്കിൽ അതിവേഗത്തിൽ കേവലം 3 കൊല്ലം കൊണ്ട് തന്നെ ഈ അപജയത്തിൻ്റെ, മൂല്യച്യുതിയുടെ പടുകുഴിയിൽ BJP എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ കാണാൻ. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം വേണു പറഞ്ഞത് ശരിയാണ്. പണത്തോടുള്ള ആർത്തി മൂത്ത് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ചില കോൺഗ്രസ് MLA-മാർ രണ്ട് ഭാഗത്ത് നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇവിടുന്ന് കിട്ടാവുന്നതെല്ലാം വാങ്ങിയ ശേഷം അവിടുന്ന് അതിനേക്കാൾ കൂടുതൽ കിട്ടുമെന്ന് വന്നപ്പോഴായിരിക്കണം വോട്ട് മാറ്റി ചെയ്തതും ഉയർത്തിക്കാണിച്ചതും. നിങ്ങൾക്ക് BJP പണം കൊടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണ് എന്ന് ചോദിച്ചാൽ, പണം കൊടുത്തയാൾക്ക് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിനോട് നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തെളിവ് കൊടുത്തു എന്നുള്ളതാണ്. അത് അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് ഇത് കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. 2 പേർ എന്തുകൊണ്ടാണ് തങ്ങളുടെ ബാലറ്റ് അമിത്ഷായ്ക്ക് കാണിച്ചു കൊടുത്തത്? 2 പേർ മാത്രം എന്തുകൊണ്ട് ചെയ്തു? കോൺഗ്രസിൽ നിന്ന് അവസാനം വിലക്കെടുത്ത 2 ആളുകൾ ഇതാ നിങ്ങൾ തന്ന പണത്തിന് ഞാൻ അതിനാവശ്യമായിട്ടുള്ള ജോലി, കൂലിക്ക് ആവശ്യമായത് ചെയ്തിരിക്കുന്നു എന്ന് തെളിയിക്കുകയാണ്. വഞ്ചനയുടെ പ്രതിഫലം ഞാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി വഞ്ചിച്ചിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? അല്ലെങ്കിൽ എന്തിനാണ് അമിത്ഷായെ കാണിച്ചു കൊടുക്കേണ്ടത്? അമിത്ഷായെ കാണിച്ചു കൊടുത്തു എന്ന് ഇലക്ഷൻ കമ്മീഷന് ബോധ്യമുള്ളത് ഒറ്റ കാര്യം രമേശ് പറഞ്ഞ ഒരു വാചകം ഞാൻ അടിവരെ ഇട്ട് വെച്ചിരുന്നതാ മനസ്സിൽ. എന്താണെന്നറിയാമോ? ഇലക്ഷൻ കമ്മീഷനെങ്കിലും BJP-യുടെ സമ്മർദ്ദത്തിലല്ല എന്ന് മഹാഭാഗ്യം സമ്മതിച്ചല്ലോ. നാളെയും ഇതുതന്നെ പറയണം എന്ന വാചകത്തിലൊരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. എന്താണ് അപകടം എന്നറിയാമോ? ഇലക്ഷൻ കമ്മീഷൻ എന്തോ ഒരു മഹത്തായ കാര്യം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷന് ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. സമാനമായ സാഹചര്യത്തിൽ രാജസ്ഥാനിലെയും ഹരിയാനയിലെയും വോട്ട് ഇങ്ങനെ റദ്ദാക്കിയിട്ടുണ്ട്. ആ പ്രസിഡന്റ് അവിടെ നിൽക്കുന്നു. 2 ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ